ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൊക്ബി മലയാളം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇനി വരാനിരിക്കുന്ന SSC MTS എക്സാമിൻ്റെ നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ്. റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് എന്നുള്ളതാണ് ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ അതായത് നമ്മുടെ എക്സാമിന് നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ ലൈക്ക് ജനറലി നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലെയാണ് ചോദിക്കുന്നത്. നമ്മുടെ ലോകത്തിലെ തന്നെ പല സംഘടനകൾ പുറത്തുവിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ റിപ്പോർട്ടുകളും ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ തന്നെ പല ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ, അതിൽ ടോപ്പ് റാങ്കിൽ ആരാണ്, ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ്, എത്ര ഇൻഡിസസ്, എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് മാക്സിമം നമുക്ക് ട്രിക്കെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഓർമ്മയിൽ വെക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സംഭവത്തിലേക്ക് നോക്കാം. അപ്പോൾ റിപ്പോർട്ട്, അതിൻ്റെ ഫസ്റ്റ് റാങ്ക്, ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, ആരാണ് ഇഷ്യൂ ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കിപ്പോവാം. അത് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ്. ഓക്കെ, വേൾഡ് കോമ്പറ്റേറ്റീവ്, നമ്മൾ കോമ്പറ്റീഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം നമ്മളൊരു ഓട്ട മത്സരം, ഒരു അത്ലറ്റിക് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് റാങ്ക് അടിക്കുന്നവർ, ആദ്യം ഓടി ഫ്രണ്ടിലേക്ക് എത്തുന്ന ആളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഓട്ട മത്സരമാണ്. അപ്പോൾ കറക്റ്റ് സമയം നോക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയാളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഒരു വാച്ച് ഉണ്ടായിരുന്നു. എങ്ങനത്തെ വാച്ച്? ഒരു സ്വിസ് വാച്ച് ഉണ്ടായിരുന്നു. സ്വിസ് വാച്ച്. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ഓടിയെത്തി ജയിച്ച ആളുടെ കയ്യിൽ സ്വിസ് വാച്ച് ഉണ്ടായിരുന്നു. അയാൾ സമയം നോക്കിയതുകൊണ്ടാണ് അയാൾ കറക്റ്റ് എന്ത് ചെയ്തത്, ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്തത്, ജയിച്ചത്. അപ്പോൾ കോമ്പറ്റീഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്, അത്ലറ്റിക് കോമ്പറ്റീഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. അയാളുടെ കയ്യിൽ സ്വിസ് വാച്ച് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു വാച്ച് ഉണ്ടായിരുന്നു, അത് സ്വിസ് വാച്ചാണെന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയ വാച്ചാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് റാങ്ക് ഇട്ടിരിക്കുന്ന ആർക്കാണ്, നമ്മുടെ സ്വിറ്റ്സർലൻഡിലാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് നോക്കണം. ഇന്ത്യയുടെ റാങ്ക് 41. 41 എന്ന് പറയുമ്പം നമ്മൾ കോമ്പറ്റീഷൻ ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മൾ ടീം അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഹൈഫൈ കൊടുക്കും അല്ലേ. നമ്മൾ ഹൈഫൈ കൊടുത്തിട്ടാണ് നമ്മൾ കയറുക. അപ്പോൾ നമ്മുടെ ഒരു വിരൽ, ഹൈഫൈ കൊടുക്കുന്ന ഒരു വിരൽ 5 വിരലുകളുണ്ട്, ഒരു കയ്യിൽ 5 വിരലുണ്ട്. 4+1 5. 4+1 5. അപ്പോൾ അത്ലറ്റിക് കോമ്പറ്റീഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. സ്വിസ് വാച്ചിൻ്റെ കയ്യിൽ അയാളുടെ. ഇനി അയാൾ എന്ത് ചെയ്യുന്നു, കോമ്പറ്റീഷൻ ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഹൈഫൈ കൊടുത്തിട്ട്, ഫ്രണ്ട്സിനൊക്കെ ഹൈഫൈ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 41. 4-1 5 വിരലെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഇഷ്യൂ ചെയ്യുന്നത് IMD ആണ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ഏതാണ് ഇഷ്യൂയിങ് ബോഡി എന്നുള്ളത്. ഇഷ്യൂയിങ് അതോറിറ്റി IMD ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹാപ്പിനെസ് റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പം ഹാപ്പിനെസ് നമുക്ക് എപ്പോഴാണ് കിട്ടുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എപ്പോഴാണ്, നമുക്ക് നല്ല മാർക്ക്, മോക്ക് എക്സാമിലൊക്കെ നല്ല മാർക്ക്, എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോഴാണ്. അതായത് ഫൈനൽ എക്സാമിൽ നല്ല മാർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ്. അപ്പോൾ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ ഫിൻലാൻഡ് ടോപ്പ് റാങ്കിൽ കിടക്കുന്നത്. ഹാപ്പിനെസ് ഏറ്റവും കൂടിയ രാജ്യം ഏതാണ്, ഫിൻലാൻഡാണ്. ഇനി ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്ര, 118. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി അത് ഓർത്ത് വയ്ക്കാൻ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ കോഹ്ലി ഉണ്ടല്ലോ, വിരാട് കോഹ്ലി ഉണ്ടല്ലോ, പുള്ളിയുടെ ജേഴ്സി നമ്പർ 18 അപ്പം പുള്ളി എപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ സെഞ്ചുറി അടിക്കുവാണെങ്കിലും നമുക്ക് ഒത്തിരിയധികം ഇൻ്റർനാഷണൽ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും, നാഷണൽ റെക്കോർഡ് ഓൾസോ, നമുക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ ഒരു ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കോഹ്ലിനെ ആലോചിക്കുക, 18 ജേഴ്സി നമ്പർ. സോ 118 ഇന്ത്യയുടെ റാങ്ക്. ഇനി ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഓക്സ്ഫോർഡ് വെൽബീങ് റിസർച്ച് സെൻറ്റർ ആൻഡ് ഗാലപ്പ് ആൻഡ് UNSDSN. ജസ്റ്റ് നോക്കിയാൽ മതി, ഓക്സ്ഫോർഡ് ആണ് നോക്കുന്നത്. ഈ ഹാപ്പിനെസ് അല്ലേ പറയുന്നത്, സന്തോഷം. അപ്പോൾ വെൽബീങ് റിസർച്ച് സെൻറ്റർ ഏതെങ്കിലും നമ്മുടെ വെൽബീങ് നോക്കുന്ന ഒരു റിസർച്ച് സെൻ്റർ ആണ്. അപ്പോൾ ഓക്സ്ഫോർഡ് ആണ് നോക്കുന്നത്. ഓൾസോ UNSDN ഉണ്ട് എന്നുള്ളത് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 2 നമ്മൾ നോക്കിയേ. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കറപ്ഷനെ പറ്റി സംസാരിക്കുന്നത്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി, കറപ്ഷൻ. അപ്പോൾ കറപ്ഷനെ പറ്റി നോക്കുന്ന സമയത്ത് കറപ്ഷൻ എന്ന് പറയുമ്പോൾ, കറപ്ഷൻ നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ്, നമുക്ക് വേണ്ട അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും, നമുക്ക് ചീത്തയാണ്, നമുക്ക് കറപ്ഷൻ കൊണ്ട് ഗതികിട്ട ഒരു രാജ്യം എന്ത് പറയും, വി ആർ ഡൺ വിത്ത് കറപ്ഷൻ അല്ലേ, നമുക്ക് വേണ്ട, മതി, നിർത്താം. അപ്പോൾ വി ആർ ഡൺ വിത്ത് കറപ്ഷൻ എന്ന് പറയുമ്പോൾ ഡണ്ണിൽ പിടിക്കുക നിങ്ങൾ. ഡൺ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്ക്. വി ആർ ഡൺ വിത്ത് കറപ്ഷൻ നല്ല കാര്യമല്ല, അതുകൊണ്ട് വി ആർ ഡൺ വിത്ത് കറപ്ഷൻ. സോ ഡൺ മീൻസ് ഡെൻമാർക്ക്. ഇനി ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താ, 96 എന്ന് പറയുമ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, കറപ്ഷൻ അല്ലേ, അഴിമതിയല്ലേ, ഇന്ത്യക്ക് 100 തയ്ക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും സെഞ്ചുറി അടിക്കാൻ പറ്റാതെ നിൽക്കുവാണ്, 96 എത്തിയിട്ടുള്ള ഒരു 4 കൂടി വേണം, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കറപ്ഷനാണ് ഇന്ത്യ, 96 റാങ്കാണ്. ഇനി കറപ്ഷൻ എന്ന് പറയുമ്പം ഏത് ഇഷ്യൂയിങ് അതോറിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ട്രാൻസ്പെറൻസി, കൂടുതൽ കാര്യങ്ങളെല്ലാം സുതാര്യമായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോഴല്ലേ നമുക്ക് അവിടെ അഴിമതി ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലിടയിൽ എന്തായിരിക്കണം, ഭരണം സുതാര്യമായിരിക്കണം. സോ ഇവിടെ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ കറപ്ഷൻ ഇൻഡെക്സ് പുറത്തുവിടുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
ഇനി നെക്സ്റ്റ് ഫോർത്ത് നോക്കടാ. ഫോർത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിനെ പറ്റിയാണ് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങും ബാക്കി ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എഫക്ട്സും നമുക്കറിയാം. കുറേ അധികം എഗ്രിമെൻറ്റ്സ് ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. പാരീസ് എഗ്രിമെൻ്റ് ആണെങ്കിലും ഒത്തിരി അധികം ഉണ്ട്. സോ അതിലൊക്കെ നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ നമ്മൾ കുറയ്ക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കണം. ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ ടോപ്പ് റാങ്ക് എടുത്ത് നോക്കിയപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത രാജ്യങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ ആദ്യത്തെ 3 റാങ്കിലും ആരുമില്ല. ആദ്യത്തെ 3 റാങ്ക് എന്താണ്, എംപ്റ്റി ആണ്. അപ്പോൾ അത്രയും ലെവലിലേക്ക് ഉയർന്നു വരാൻ ആർക്കും പറ്റിയിട്ടില്ല. 4ാമത്തെ റാങ്കിൽ ആരും എടുക്കുന്നുണ്ട്, ഡെൻമാർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുൻപിൽ ഡെൻമാർക്കിനെ പഠിച്ചു. എവിടെയാണ് പഠിച്ചത്? വി ആർ ഡൺ വിത്ത് കറപ്ഷൻ അല്ലേ, തൊട്ട് മുമ്പ് പഠിച്ചു വി ആർ ഡൺ വിത്ത് കറപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെയും പഠിക്കാൻ തന്ന ഡെൻമാർക്ക് തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഫസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്കോർ, ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമതാണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ. ഇത് എപ്പോഴത്തെ ആയിരുന്നു 10ാമത്തെ എന്നുള്ളത്? 2025 നിങ്ങളോട് ക്വസ്റ്റ്യനിൽ 2025 ഡാറ്റയാണ് ചോദിക്കണമെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് 10ാമതായിരുന്നു. പക്ഷേ ഇപ്പോൾ 2026 ഇപ്പോൾ നമ്മുടെ റാങ്ക് 23 കിടക്കണം. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ 26 കാര്യമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് പൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത് 2 വീലർ വണ്ടികളും 3 വീലർ നമ്മളെ ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ടല്ലോ 3 വീലർ വണ്ടികളും കാരണമാണെന്ന് ആലോചിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ആണ്. സോ പൊല്യൂഷൻ, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന പൊല്യൂഷൻ, ഈ പെർട്ടിക്കുലർ മാറ്റേഴ്സ്, ഈ സംഭവങ്ങൾ പുകയൊക്കെ പുറത്തുവിടുന്നത്. അപ്പോൾ 2 വീലറും 3 വീലറും കാരണമാണ് നമ്മുടെ അവിടെ. അതുകൊണ്ട് നമ്മൾ എന്താണ് 26 2ഉം 3ഉം 23ാമത്തെ റാങ്കിലാണ് നടക്കുന്നത്. 25 ഡാറ്റയാണ് ചോദിച്ചെങ്കിൽ നമ്മുടെ റാങ്ക് 10ാമതായിരുന്നു. ഇനി ഇത് പുറത്തുവിടുന്നത് ജർമ്മൻ വാച്ച് ആണ്, ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് CAN ഇന്റർനാഷണൽ. ജർമ്മൻ വാച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ജർമ്മൻ വാച്ച് ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് CAN ഇന്റർനാഷണൽ ആണ് ഇത് പുറത്തുവിടുന്നത്. ഓക്കെ ആണല്ലോ. ഡെൻമാർക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 4ാമതാണ് ഡെൻമാർക്ക്. നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് ആലോചിക്കാം. ഇനി നെക്സ്റ്റ് 5ാമത്തെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആണ്, സമാധാനം. നമുക്കെപ്പോഴാണ് സമാധാനം? നിങ്ങളിങ്ങനെ ആലോചിക്കുക, നല്ല ചൂടൊക്കെ ഉള്ള ഒരു സമ്മർ ആയിട്ടുള്ള ഒരു നല്ല വേനൽക്കാലമാണെന്ന് വിചാരിച്ചോ, നല്ലൊരു ഐസ്ക്രീമൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താ ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഭയങ്കര ഒരു സമാധാനം വരും, ഒരു പീസ് വരും. സന്തോഷം നമ്മൾ വേറെ പഠിച്ചു, സമാധാനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുമ്പം ഐസ്ലാൻഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള ജനങ്ങളെ കാണാൻ പറ്റുന്നത്. ഇന്ത്യയുടെ റാങ്ക് നോക്ക്, 115ാമത്തെ റാങ്കിലാണ് ഇന്ത്യ കിടക്കുന്നത്. ഇന്ത്യ 115, നമുക്ക് അത്ര അങ്ങനെ സമാധാനമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ത്യ 115 എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നു സമാധാനം വേണമെന്ന്, വേറൊരാൾ പറയുന്നു വേണ്ടാന്ന്. അവർ രണ്ടുപേരും തമ്മിൽ വഴക്കായി അവസാനം എന്തായി, ആ വഴക്കിലേക്ക് 5 പേരും കൂടെ എക്സ്ട്രാ ആഡ് ആയി. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 15. ഒരാൾ പറഞ്ഞു സമാധാനം, പീസ് വേണം, മറ്റേ ആൾ പറഞ്ഞു പീസ് വേണ്ട. രണ്ടുപേരും കൂടെ വഴക്കായി. ഇപ്പോൾ അത് വഴക്ക് നമ്മളുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഒരു വഴക്ക് നടന്നാൽ കൂടെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടി വരും അല്ലേ. അപ്പോൾ 5 ആൾക്കാരും കൂടെ അതിൻ്റെ കൂടെ ചേർന്നു എന്ന് ആലോചിക്കുക. 115 ഇന്ത്യയുടെ റാങ്ക്. ഇത് പുറത്തുവിടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, IEP ആണിത് പുറത്തുവിടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് 6ാമത്തേത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. പ്രസ് ഫ്രീഡം, അതായത് നമ്മുടെ പത്രമാധ്യമങ്ങൾ, ആ സംഭവം, അവരുടെ ഫ്രീഡം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻ ഇല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 1ാമത്തെ റാങ്കിൽ കിടക്കുന്നത് ആരാണ്? നോർവേ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എങ്ങനെ ആലോചിക്കും? വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്. പ്രസ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഇവിടെ ഫ്രീഡം തരില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും നോ വേ, അങ്ങനെ വരാൻ ഒരിക്കലും വഴിയില്ല, ഞങ്ങൾക്ക് എന്തായാലും ഫ്രീഡം കിട്ടും അല്ലേ. പ്രസ് ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യാമെന്നാൽ എന്ത് പറയും ഇവർ? നോ വേ, അങ്ങനെയൊന്നും വരാൻ ഒരിക്കലും വഴിയില്ല, നോ വേ, അങ്ങനെ ഒരിക്കലും വരില്ല എന്ന്. അപ്പോൾ നോർവേ ആണ് എന്ത് ചെയ്തത്? ഫ്രീഡം ഇൻഡെക്സിൽ ഫസ്റ്റിൽ എടുക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 151 ആണ്. 151ലാണ്. ഇപ്പോൾ ഈ 115 151 തിരിഞ്ഞു പോരുത്. ഇവിടെ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഫ്രീഡം വേണം, അല്ല പീസ് വേണം, ഒരാൾക്ക് പീസ് വേണ്ട, രണ്ടുപേരും വഴക്കുണ്ടായി, 5 പേര് കൂടി. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ 2 ആൾക്കാരുടെ ഇടയിലാണ് 5 കിടക്കുന്നത്. അപ്പോൾ പ്രസ് ഫ്രീഡം എന്ന് പറയുമ്പം ഫൈറ്റ് ചെയ്യുകയാണെന്ന് ആലോചിക്കുക, രണ്ടുപേരുടെ ഫൈറ്റിൻ്റെ ഇടയിൽ പെട്ടുവെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. 151 ആണ് ഇന്ത്യയുടെ റാങ്ക്. തിരിഞ്ഞു പോരുത് ഇത് രണ്ടും. ഓക്കെ, നെക്സ്റ്റ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. RSF ആണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തുവിടുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ചോദിക്കാൻ അങ്ങനെ ചാൻസ് ഇല്ല, പക്ഷെ എന്നാലും റാങ്ക് ഒക്കെ പഠിച്ചു വയ്ക്കാം. അടുത്തത് 7ാമത്തെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടാണ്. ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും ഒരു ആസ്പിറൻറ്റ്, ആസ് എ ഗവൺമെൻറ് എക്സാം ആസ്പിറൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതവും ഒരു നല്ല തണുപ്പൊക്കെ ഉള്ള, വിൻ്റർ സീസണൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു
ഐസ്മാനെ ആലോചിക്കുക. ഐസ്മാൻ ഉണ്ടല്ലോ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ മഞ്ഞൊക്കെ ഇങ്ങനെ കൂട്ടി നമ്മൾ വെച്ചിട്ട് സ്നോമാനെ ക്രിയേറ്റ് ആക്കും, ഉണ്ടാക്കും അല്ലേ, സ്നോമാനിലേക്ക് തലയോ കണ്ണും മൂക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ സ്നോമാൻ ആലോചിക്കുക. സ്നോമാൻ എന്താ, ജോലി എടുക്കണ്ട, പണിയെടുക്കണ്ട, പഠിക്കണ്ട, എന്താ ലൈക്ക് കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിക്കണ്ട, ഫോമുലാസ് ബൈഹാർട്ട് ചെയ്യണ്ട, മോക്കടിക്കണ്ട, ടെൻഷനില്ല, ഒരു ടെൻഷനും ഇല്ല. സോ നമ്മളെക്കാളും ബെറ്റർ ലൈഫ് ജീവിക്കുന്നത് ആ സ്നോമാൻ ആണെന്ന് ആലോചിക്കുക. സോ സ്നോമാൻ ഐസിലാണ് കാണുന്ന ഐസ്ലാൻഡ്. അപ്പോൾ നമ്മളെക്കാളും ഡെവലപ്മെൻ്റ് ഉള്ളത്, ഹ്യൂമണിനേക്കാളും നമ്മളെക്കാളും ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി കൂടിയത് ആരാണ്, ആ സ്നോമാനിനാണ് നമ്മുടെ ആലോചിക്കുക. സ്നോമാൻ അവിടെ ടെൻഷനില്ലാതെ വെറുതെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. സോ ഐസ്ലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ലൈക്ക് നല്ല ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ളത്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 130ാമത്തെ റാങ്കാണ്, 130th റാങ്കാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഒരു അൺലക്കി, 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അൺലക്കി നമ്പറാണെന്ന് എല്ലാവരും പൊതുവേ പറയും അല്ലേ. അപ്പോൾ 13ൻ്റെ കൂടെ ഒരു 0യും കൂടി ഇട്ട് കൊടുക്കുക. 130 ആണ് ഇന്ത്യയുടെ റാങ്ക്. 13th അല്ല, 130 ആണ് ഇന്ത്യയുടെ റാങ്ക്. ഇന്ത്യയുടെ സ്കോറും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ നമ്മുടെ സ്കോർ 0.685 ആണ്, 0.685 ആണ്. ഇത് പുറത്തുവിടുന്നത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, UNDP ആണ് എന്ത് ചെയ്യുന്നത്, ഇത് പുറത്തുവിടുന്നത്. അത് നോക്കുക. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP ആണ്. ഓക്കെ. നെക്സ്റ്റ് 8ാമത്തത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. ഫയർ പവർ ഒരു യുദ്ധത്തിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. ഗ്ലോബൽ ഫയർ പവർ, ലോകം ആഗോള നിലയിൽ മൊത്തത്തിൽ ഫയറും പവറും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുക, വഴക്കുണ്ടാക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നത് അതാരായിരിക്കും? ഒബ്വിയസ്ലി ട്രംപിനെയാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവുക അല്ലേ. താരിഫ് കൂട്ടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നു, നിങ്ങളുടെ താരിഫ് ഇനി ഇത്രയും ഞങ്ങൾ കൂട്ടുന്നു പറയുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്കെതിരാണെങ്കിലും ഒത്തിരിയധികം സ്ട്രാറ്റജിക്കലായിട്ട് പുള്ളി ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ വിലക്കി വെച്ചിരിക്കുക. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു യുദ്ധത്തിന് റെഡിയായിട്ട് ഒരു യുദ്ധം വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അത് ആര് മാത്രമാണ്, അത് നമ്മുടെ ട്രംപ് ആണ്. അതായത് അമേരിക്കയാണ് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇതിൽ നമ്മളുടെ റാങ്ക് എന്ന് പറയുന്നത് 4th റാങ്കാണ്. 4th റാങ്കാണ്. നമ്മുടെ പവർ ഇൻഡെക്സ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 0.1184 ആണ്. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. 0.1184 ആണ്. ഗ്ലോബൽ ഫയർ പവർ ആണിത് പുറത്തുവിടുന്നത്. ഗ്ലോബൽ ഫയർ പവർ ശരിക്കും ഈ യുദ്ധം ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ എത്രത്തോളം മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മിലിറ്ററൈസ്ഡ് സ്റ്റാൻഡിങ് ആർമി ആർക്കാണ് കൂടുതൽ, ലൈക്ക് ആ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഡെക്സ് പ്രകാരം. ഓക്കെ. 8ാമത്തെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഇപ്പം നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. അമേരിക്കയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, നമ്മൾ 4ാമതാണ്. നമ്മുടെ ഇൻഡെക്സ് വാല്യൂ 0.1184 ആണ്. നെക്സ്റ്റ് 9ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. പാസ്പോർട്ട് ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് എടുക്കുന്നത് സിംഗപ്പൂരാണ്. നമ്മൾ സിംഗപ്പൂർ മുമ്പ് എവിടെയെങ്കിലും പഠിച്ചോ? ഇല്ല അല്ലേ. ഓക്കെ. 9 ഹെൻലി പാസ്പോർട്ട് സിംഗപ്പൂരാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ് ഏറ്റവും സ്ട്രോങ്. അതായത് ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് സിംഗപ്പൂർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സിംഗപ്പൂരിൻ്റെ ഈ പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരിയധികം ഓൾമോസ്റ്റ് 185 190 സംതിങ് ആണ്, അത്രയും രാജ്യത്തിൽ വിസ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാൻ പറ്റും. അത്രയും സ്ട്രോങ് ആണ് ആ ഒരു പാസ്പോർട്ട്. ആ ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്രയും രാജ്യത്ത് എനിക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ സിംഗപ്പൂരിൻ്റെ എടുക്കുക, സിംഗം അല്ലെങ്കിൽ ലയൺ എന്നെടുക്കുക. ലയൺ കാട്ടിലെ രാജാവാണ്, സ്ട്രോങ് ആണ്. സോ സ്ട്രോങ് പാസ്പോർട്ട്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ സ്ട്രോങ് പാസ്പോർട്ട് ആരുടെയാണ്? സിംഗപ്പൂരിൻ്റെ ആണെന്ന് ആലോചിക്കുക. ഇന്ത്യയുടെ പാസ്പോർട്ട് 85th ആണ്, ഒരു മീഡിയോക്കറായിട്ട് നിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ 85th റാങ്കാണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഹെൻലി, അതിൻ്റെ പേര് തന്നെ ഹെൻലി എന്നാണ്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ടെററിസം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ടെററിസം, തീവ്രവാദം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ അവരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ആർക്കാണ്? അങ്ങനെയാണ്. അപ്പോൾ ടെററിസത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന ആരാ? ബുർക്കിന ഫാസോയാണ്. ബുർക്കിന ഫാസോ 1ാമത്തത് ബുർക്കിന ഫാസോ ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമതാ? 14th ആണ്. ബുർക്കിന ഫാസോയുടെ നമ്മൾ വേറെ ഒന്നും പഠിക്കുന്നില്ല, സോ ഇത് ഓർത്ത് വയ്ക്കുക. ടെററിസം ഏറ്റവും കൂടുതലുള്ളത് ബുർക്കിന ഫാസോയിലാണ്. ദെൻ ഇന്ത്യയുടെ റാങ്ക് 14th റാങ്കാണ്. ഇന്ത്യയുടെ 14th റാങ്കാണ് എടുക്കുന്നത്. ആരാണ് പുറത്ത് വിടുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ്, IEP ആണ് പുറത്തുവിടുന്നത്. ടെററിസം വേണ്ട എന്നൊക്കെ പറയുന്നത് പീസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്. ഓക്കെ. അപ്പോൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇന്നൊവേഷൻ പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇൻഡെക്സിൽ ആലോചിക്കടാ. ഫസ്റ്റ് ഇൻഡെക്സിൽ നമ്മൾ എന്താ പഠിച്ചത്? അതിലേതായിരുന്നു? കോമ്പറ്റീഷനെ പറ്റി നമ്മൾ സംസാരിച്ചത്. ഒരു അത്ലറ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, ഒരാൾ ഓടുന്ന, കയ്യിൽ എന്തുണ്ടായിരുന്നു? സ്വിസ് വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ചിൽ സമയം നോക്കിയതുകൊണ്ട് അയാൾ ജയിച്ചത്. അപ്പോൾ സ്വിസ് വാച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ടെക്നോളജിക്കലി ഭയങ്കര അടിപൊളിയായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാച്ചാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോബൽ ഇന്നൊവേഷൻ, കണ്ടുപിടുത്തം, ഇന്നൊവേഷനിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരാ? നമ്മുടെ സ്വിസ് വാച്ച്, സ്വിറ്റ്സർലൻഡ് തന്നെയാണെന്ന് ആലോചിക്കുക. അപ്പോൾ കോമ്പറ്റീഷനിലും ഫ്രണ്ടിൽ സ്വിറ്റ്സർലൻഡാണ്, ഇന്നൊവേഷനിലും ഫസ്റ്റ്
ഇൻഡെക്സ് സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. ഇനി ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 139 കൺട്രീസ് ടോട്ടൽ എടുത്ത് നോക്കിയപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 38ആണ്. ഇന്ത്യയുടെ റാങ്ക് 38ആണ്. ഇനി ഇത് പുറത്തുവിടുന്നത് വിപ്പോയാണ്. പുറത്തുവിടുന്നത് ഇഷ്യൂഡ് ബൈ വിപ്പോ. അതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ്. ലിവബിൾ ആയിട്ടുള്ള നാട്, അത് അങ്ങനെ നോക്കുമ്പം, അതായത് എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരുന്ന രീതിയിൽ ലിവബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ ആരാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്? കോപ്പൻഹേഗൻ. നമുക്ക് എപ്പോഴും ജീവിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നല്ല കോസി ആയിട്ട് ആൻഡ് നല്ല ഒരു ഓപ്പൺ സ്പേസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ ഇഷ്ടം, ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്, റെസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമല്ലേ. അപ്പോൾ കോസി ആൻഡ് ഓപ്പൺ എന്ന് പറയുമ്പോൾ കോസി ആൻഡ് കോപ്പൻഹേഗൺ ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക്, ഇന്ത്യയിലെ ഡൽഹി, മുംബൈ 2 സിറ്റീസ് 141 റാങ്കാണ് നമുക്ക് കിടക്കണേ. ഇനി ഇത് പുറത്തുവിടുന്നത് EIU ആണ്. EIU ആണിത് പുറത്തുവിടുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. EIU ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഡെക്സ് ഓഫ് ഇക്കണോമിക് ഫ്രീഡം. നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു? പ്രസ് ഫ്രീഡം പഠിച്ചു. പ്രസ് ഫ്രീഡം എവിടെയാ? പ്രസ്സിന് ഫ്രീഡം തരില്ല എന്ന് പറഞ്ഞാൽ നോ വേ, അതൊരിക്കലും അങ്ങനെ വരില്ല അല്ലേ. പ്രസ്സുകാർ, പത്രമാധ്യമങ്ങൾ എല്ലാവരുടെയും നുഴഞ്ഞു കയറി വാർത്ത പിടിച്ചിട്ട് വരുമല്ലോ. സോ നോ വേ, അവരുടെ ഫ്രീഡം നമുക്ക് ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നോർവേ ആയിരുന്നു. ഇത് എക്കണോമിക് ഫ്രീഡം ആണ്. എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണം അവിടെ അല്ലേ, പണത്തിനാണ് അവിടെ പ്രധാനം. അപ്പോൾ പണം പോട്ടെ പ്രതാപം വരട്ടെ, അത് തന്നെയാണ്. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ കിടക്കുന്നത് സിംഗപ്പൂരാണ്. അതെങ്ങനെ നമ്മൾ ഓർത്ത് വയ്ക്കുക? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു പാസ്പോർട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് സിംഗപ്പൂരിൻ്റെയാണ്. അപ്പോൾ ഇത്രയും കൺട്രീസിൽ അവർക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ കയ്യിൽ പൈസയും വേണം. അപ്പോൾ എക്കണോമിക് ഫ്രീഡത്തിൽ ഫ്രണ്ടിൽ കിടക്കുന്നത് സിംഗപ്പൂർ തന്നെയാണ്. അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇനി ഇന്ത്യയുടെ റാങ്ക് 128ആണ്. അതിൽ ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ് ഇത് പുറത്തുവിടുന്നത്. ഇന്ത്യയുടെ റാങ്ക് ഒന്ന് ഓർത്ത് വയ്ക്കുക, 128ആണ്. ഓക്കെ. നെക്സ്റ്റ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ഫിൻലാൻഡാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഫിൻലാൻഡിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ? മാർക്ക്, ഫൈനലിൽ നല്ല മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ഹാപ്പിനെസ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അതിൽ ഇന്ത്യയുടെ റാങ്ക് എവിടെയായിരുന്നു? ഹാപ്പിനെസ്സിൽ വിരാട് കോഹ്ലി ഫീൽഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതായത് 118 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഫിൻലാൻഡ് തന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിലും ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് 99th ആണ്, 99ആണ്. 99 കിടക്കുന്നത്. SDSN ആണിത് പുറത്തുവിടുന്നത്. ഓക്കെ. അടുത്തത് 15 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടാണ്. ജെൻഡർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫീൽഡുകളിൽ, സമൂഹത്തിലെ പല ഫീൽഡുകളിൽ മെയിൽ ഫീമെയിൽ എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അവർ തമ്മിൽ, അതായത് ഇത്ര മെയിൽസിന് ഇത്ര ഫീമെയിൽ ഉണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഇൻഡെക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ആരാണ്? അത് ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, നമ്മുടെ ലൈഫിനേക്കാളും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു സ്നോമാൻ്റെ ലൈഫാണ് ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐസ്ലാൻഡിൽ നമ്മൾ വേറെ എന്താ പഠിച്ചത്? ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പീസ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ പീസ് ഇൻഡെക്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എഗെയിൻ പഠിക്കുന്നുണ്ട് ജെൻഡർ ഗ്യാപ്പ്. ജെൻഡർ ഗ്യാപ്പിലും ആരാ ഫ്രണ്ടിൽ കിടക്കുന്നത്? ഐസ്ലാൻഡിലാണ് കിടക്കുന്നത്. നമ്മുടെ റാങ്ക് 131 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ട്. വർക്ക് ഫോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മെയിൽ ഫീമെയിൽ ഒരു വ്യത്യാസം കുറച്ച് കൂടുതലാണ് ഇവിടെ. ഇനി വേൾഡ് എക്കണോമിക് ഫോറം ആണ്, WEF ആണിത് പുറത്തുവിടുന്നത്. ഓക്കെ. നെക്സ്റ്റ് വിശപ്പ്, പട്ടിണി, ദാരിദ്ര്യം, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിടക്കുന്നത് സൊമാലിയ. നമ്മൾ വെറുതെ പറയാറുണ്ട് സൊമാലിയ പോടാ അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി ഫസ്റ്റ് റാങ്കിൽ കിടക്കുന്നത് സൊമാലിയ തന്നെയാണ്. ദരിദ്ര പട്ടിണി രാജ്യങ്ങളിൽ ഫ്രണ്ടിൽ കിടക്കുന്നത്. സൊമാലിയയുടെ റാങ്ക് 123 ആണ്. ഓക്കെ. ഇന്ത്യയുടെ റാങ്ക് അത്ര മോശമൊന്നുമല്ല, 102ആണ്. നമ്മൾ സീരിയസ് കാറ്റഗറൈസ് ചെയ്യുമല്ലോ, അതായത് നല്ലത്, കുറച്ച് ഇടയിൽ കിടക്കുന്നവർ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പം ഇന്ത്യയുടെ റാങ്ക് സീരിയസ് കാറ്റഗറിയിലാണ്. ഇന്ത്യയുടെ റാങ്ക് 102ആണ്, സൊമാലിയയുടെ റാങ്ക് 123. അത്ര വ്യത്യാസമൊന്നുമില്ല അല്ലേ. ഇത് പുറത്തു വിടുന്നത് കൺസേൺ വേൾഡ് വൈഡ് ആൻഡ് വെൽത്ത് ഹങ്കർ ലൈഫാണ്. അതും ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് AI പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ്. AI പ്രിപ്പയർഡ്, അപ്പോൾ നമ്മൾ സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ട് സ്ട്രോങ് ആണെന്ന് പറഞ്ഞു, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു. അവർക്ക് ട്രാവൽ ചെയ്യാൻ എന്തുണ്ട്? അവരുടെ പൈസയുണ്ട്, അതുകൊണ്ട് എക്കണോമിക് ഫ്രീഡത്തിൽ അവരാണ് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അവർ ട്രാവൽ ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല, AI ഒക്കെ യൂസ് ചെയ്തിട്ട് ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്നൊക്കെ അവർ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് മാപ്പൊക്കെ വെച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടാണ് അവർ പോണേ. അപ്പോൾ AI പ്രിപ്പയർഡ്നെസ്സിൽ ഫ്രണ്ടിൽ കിടക്കുന്നത് സിംഗപ്പൂരാണ്. ഓക്കെ. ഇന്ത്യയുടെ റാങ്ക് 72 ആണ്. IMF ആണിത് പുറത്തുവിടുന്നത്. ഇന്ത്യയുടെ റാങ്ക് പഠിച്ചു വെക്കണം. 72 ആണ്, 72 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. എനർജി ട്രാൻസിഷൻ, റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി, അവരുടെ ട്രാൻസിഷൻ, അതിലേക്കുള്ള ട്രാൻസിഷൻ എത്രത്തോളം ആൾക്കാർ മാറി, അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കിടക്കുന്ന ആരാണ്? സ്വീഡനാണ്. എനർജി കീവേഡ് പിക്ക് ചെയ്യുക, നിങ്ങൾ മൊത്തം പഠിക്കേണ്ട. എനർജി ട്രാൻസിഷനിലെ എനർജി ഞാൻ പിക്ക് ചെയ്യുന്നു. എനർജി ട്രാൻസിഷൻ സ്വീഡനിലെ സ്വി വെച്ചിട്ട് എനിക്ക് സ്വിച്ചിന് ആലോചിക്കാം, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. സ്വിറ്റ്സർലൻഡ് അല്ല കേട്ടോ, സ്വിറ്റ്സർലൻഡ് ആലോചിക്കരുത്, സ്വീഡൻ സ്വിച്ച് എന്ന് ആലോചിക്കാം. അപ്പോൾ സ്വിച്ചിലൂടെ നമുക്ക് എനർജി ട്രാൻസിഷൻ, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. എനർജി ട്രാൻസിഷൻ സ്വിച്ച് സ്വീഡൻ ആണത്, സ്വിറ്റ്സർലൻഡ് അല്ല. സ്വിറ്റ്സർലൻഡിലെ വാച്ചാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇന്ത്യയുടെ റാങ്ക് 71st ആണ്, അതും ആലോചിക്കുക. വേൾഡ് എക്കണോമിക് ഫോറം WEF തന്നെയാണ് ഇതും പുറത്തു വിടുന്നത്, ഇതും പഠിച്ചു വെക്കണം. അടുത്ത 19ാമത്തത് എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ, എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്റ്റോണിയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് 176 ആണ്. ഇത് ആരാ പുറത്തുവിടുന്നത്? എയിലാൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് ഇത് പുറത്തുവിടുന്നത്. അപ്പോൾ എസ്റ്റോണിയ നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? എൻവിറോൺമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. എൻവിറോൺമെൻറ്റ്, നേച്ചർ, പ്രകൃതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എസ്റ്റോണിയ എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റോൺ നേച്ചർ, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. എസ്റ്റോണിയയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ളതിൻ്റെ ചുരുക്കമായിട്ട് എഴുതാം. ON ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ഓൺ നേച്ചർ, നേച്ചർ പ്രകൃതി. അപ്പോൾ എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ എസ്റ്റോണിയാണ് ഫ്രണ്ടിൽ. 176 ആണ് നമ്മുടെ റാങ്ക്. 176 പഠിക്കുക. എയിലാൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് ഇത് പുറത്തു വിടുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ്. നെറ്റ്വർക്ക് റെഡിനെസ് നമ്മൾ നേരത്തെ പഠിച്ചു. യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് ഫയർ പവർ ഗ്ലോബൽ ആഗോളതലത്തിൽ യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കണ ആരാ? അത് അമേരിക്കയാണ്. എല്ലാത്തിലും പോയിട്ട് മൂക്ക് നുഴയ്ക്കും. അപ്പം അവർ എന്തും റെഡി ആയിട്ട് വെച്ചിരിക്കുക. നെറ്റ്വർക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്, വെറുതെ അല്ല. അപ്പോൾ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അമേരിക്കയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് 49th ആണ്. പോർച്ചുലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുറത്തുവിടുന്നത്. ഓക്കെ, അപ്പോൾ അതും കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ്. ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ അവൈലബിലിറ്റി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ സിംഗപ്പൂർ തന്നെയാണ്. അപ്പോൾ സിംഗപ്പൂർ നമ്മൾ എവിടെയൊക്കെ പഠിച്ചു? ഹെൻലീസ് പാസ്പോർട്ടിൽ പഠിച്ചു, എക്കണോമിക് ഫ്രീഡത്തിൽ പഠിച്ചു, പിന്നെ എവിടെ പഠിച്ചത്? നമ്മുടെ AI വെറുതെ അല്ല, AI വെച്ചിട്ട് AI പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സിൽ നമ്മൾ സിംഗപ്പൂർ നോക്കി അല്ല. AI പ്രിപ്പയർഡ്നെസ്സിൽ അവർ AI വെച്ചിട്ട് മാപ്പ് നോക്കിയിട്ടൊക്കെയാണ് പോകണമെന്ന് പറഞ്ഞു. ഇവിടെയും പഠിക്കുക. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ലോജിസ്റ്റിക് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ അതും സിംഗപ്പൂർ തന്നെയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് 38ാമത്തെ റാങ്കാണ്. വേൾഡ് ബാങ്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ വേൾഡ് ബാങ്ക്. ഇന്ത്യയുടെ സ്കോറും ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. 3.4 ഇന്ത്യയുടെ സ്കോർ. ഇന്ത്യക്ക് കിട്ടിയ മാർക്ക് 3.4. ഓക്കെ, 38th റാങ്കാണ് ടോട്ടൽ. ഇന്ത്യക്ക് കിട്ടിയ സ്കോർ ചോദിക്കുകയാണെങ്കിൽ 3.4. അടുത്തത് 22 എന്ന് പറഞ്ഞാൽ QS വേൾഡ് റാങ്കിങ്സ് 2026. അതായത് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് ആണ്. ഏറ്റവും നല്ല രാജ്യത്തു നിന്നുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, അങ്ങനത്തെ ഒരു റാങ്കിങ് ആണിത്, QS വേൾഡ് റാങ്കിങ്സ്. അതിൽ ഫസ്റ്റ് റാങ്കിൽ കിടക്കുന്നത് MIT ആണ്. MIT എന്ന് പറഞ്ഞാൽ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. സ്പെല്ലിങ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യ എന്ന് പറയുമ്പം ഇന്ത്യയിൽ 123ാമത്തെ റാങ്കാണ്. ഇന്ത്യയുടെ രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി IIT ആണ്. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് IIT ഡൽഹിയാണ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ QS എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് തന്നെ അല്ലേ. QS ക്വാക്കറേലി സൈമോൺസ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ക്വാക്കറേലി സൈമോൺസ്. ആര് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം QS വേൾഡ് റാങ്കിങ് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഫസ്റ്റ് റാങ്ക്, അതുപോലെ തന്നെ ഇന്ത്യയുടെ റാങ്ക് ഏതാണ്, ആരാണ് ഇഷ്യൂ ചെയ്തതെന്നുള്ളത്. ഇനി ഇതിൽ നമുക്ക് എക്സ്ട്രാ നോക്കുവാണെങ്കിൽ ഇതിലെയൊക്കെ തന്നെ ചില പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. ഈ ഓരോ റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവർ പല കാര്യങ്ങളും അതിൽ നോക്കിയിട്ടുണ്ടാവുമല്ലോ. വെറുതെ അവർ റിപ്പോർട്ടിൽ ഇങ്ങനെ റാങ്ക് കൊടുക്കല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. പെട്ടെന്ന് നോക്കിപ്പോവാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ റിവിഷൻ റൗണ്ടാണ് കേട്ടോ. വേൾഡ് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ് നിങ്ങൾ മനസ്സിൽ പറയുക. ആരായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്? സ്വിസ് വാച്ച്. കോമ്പറ്റീഷനിൽ സ്വിസ് വാച്ച്. അപ്പോൾ സ്വിറ്റ്സർലൻഡാണ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 ഫാക്ടർ വെച്ചിട്ടാണ് അവരത് നോക്കുന്നത്. ഏതൊക്കെയാണ്? കോമ്പറ്റീഷനിൽ എന്തൊക്കെ നോക്കും? എക്കണോമിക് പെർഫോമൻസ് നോക്കും, ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി നോക്കും, ബിസിനസ് എഫിഷ്യൻസി നോക്കും, അതുപോലെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കും. 4 ഫാക്ടർ വെച്ചിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്.
അടുത്തത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. സന്തോഷം, ഹാപ്പിനെസ് എവിടെയായിരുന്നു? നമുക്ക് ഫൈനൽ മാർക്ക് കിട്ടുമ്പോഴാണ്, നല്ല മാർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഫിൻലാൻഡ് ആയിരുന്നു. ഇനി അതിൽ 6 ഫാക്ടർ ഉണ്ട്. അതിൽ സോഷ്യൽ സപ്പോർട്ട് നോക്കും, GDP പെർ ക്യാപിറ്റ നോക്കും, ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി നോക്കും, ഫ്രീഡം സ്വാതന്ത്ര്യം ഉണ്ടോ നോക്കും, ജനറോസിറ്റി നോക്കും, പെർസെപ്ഷൻസ് ഓഫ് കറപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇതെല്ലാം ഈ 6 ഫാക്ടറും കൂടി ചേരുമ്പോഴാണ് ഹാപ്പിനെസ് റിപ്പോർട്ട് അവർ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് കറപ്ഷൻ പെർസെപ്ഷൻ നോക്കുവാണെങ്കിൽ കറപ്ഷനിൽ എന്താ? കറപ്ഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? കറപ്ഷൻ, വി ആർ ഡൺ വിത്ത് കറപ്ഷൻ അല്ലേ? ഡൺ എന്ന് പറയുമ്പോൾ ഡെൻമാർക്ക് എന്നാണ് നമ്മൾ പഠിച്ചത്. ഡെൻമാർക്കിൽ CPI അതായത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 150 കൺട്രീസ് നോക്കിയപ്പം അത് വേണ്ട, ഇത് നോക്കുക, ഇത് പഠിക്കണം, ഇത് വേണ്ട, ഇത് പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 0 എന്ന് പറയുന്ന വാല്യൂ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? കറപ്ഷനാണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈലി കറപ്റ്റ് ആയിട്ടുള്ള രാജ്യം എന്ന അർത്ഥം. അതേസമയം 100 കിട്ടുവാണ്, ഒരു രാജ്യത്തിന് 100 പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ കറപ്ഷൻ തീരെയില്ല, വെരി ക്ലീൻ ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കറപ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ അയ്യോ 0 അല്ലേ കറപ്ഷൻ ഇല്ലല്ലോ എന്നല്ല, 0 കറപ്ഷൻ എന്നല്ല അർത്ഥം. 0 വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈലി കറപ്റ്റ് ആണെന്നാണ്. ഓക്കെ, 4 ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ ആരെയും നമ്മൾ പഠിച്ചത്? പെർഫോമൻസ് ഇൻഡെക്സിൽ ആദ്യത്തെ 3 പേരിൽ ആരുമില്ല, 4ാമത്തേതിൽ ഡെൻമാർക്കാണെന്ന് പഠിച്ചു. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് അതിൽ 14 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ടോട്ടൽ, 14 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഏതൊക്കെ മെയിൻ? 4 കാറ്റഗറിയിൽ നിന്ന് 14 ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കാം. 4 കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് നോക്കും, റിന്യൂവബിൾ എനർജി എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കും, എനർജി യൂസ് നോക്കും, ക്ലൈമറ്റ് പോളിസി നോക്കും. ഇതാണ് 4 പ്രധാനപ്പെട്ട കാറ്റഗറി. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ സബ് ഡിവിഷൻസ് 14 ഇൻഡിക്കേറ്റർ പിന്നെയും വരുന്നുണ്ട്. അത് നമുക്ക് പഠിക്കേണ്ട, ഈ എണ്ണം പഠിച്ചു വയ്ക്കുക. 4 കാറ്റഗറി 14 ഇൻഡിക്കേറ്റർ. അപ്പം ഇങ്ങനെ അളിച്ചാൽ 4 കാറ്റഗറി ഉണ്ട്, 14 ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആദ്യത്തെ 3 റാങ്കിൽ ആരും വരാണ്ടിരുന്നത്. അങ്ങനെ ഓർക്കാം. നെക്സ്റ്റ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആണ് അല്ലേ? പീസ്, സമാധാനം വരുന്നത് എപ്പോഴാണെന്ന് പഠിച്ചു? നമ്മൾ നല്ല ഐസ്ക്രീം കഴിക്കുമ്പോൾ. ഐസ്ലാൻഡ് ആണെന്ന് പഠിച്ചു. ഇനി അതിൽ 23 ടോട്ടൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. അവിടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് 23 ഇൻഡിക്കേറ്റർ ഉണ്ട്. ഏത് പ്രധാനപ്പെട്ട 3 ഡൊമൈൻസിൽ നിന്നാണ് ആ 23 ഇൻഡിക്കേറ്റർ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഡൊമൈൻ ഏതാണെന്ന് പഠിക്കാം നമുക്ക്. ഒന്ന് ലെവൽ ഓഫ് സൊസൈറ്റിയൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അടുത്തത് എക്സ്റ്റെൻഡ് ഓഫ് ഓൺഗോയിങ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ, എന്തായാലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഡൊമസ്റ്റിക് രാജ്യത്തിനകത്ത് തന്നെയുണ്ടോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ടോ നോക്കാം. അതുപോലെ തന്നെ എത്രത്തോളം മിലിറ്ററൈസ്ഡ് ആണ്, മിലിറ്ററി ഉണ്ട്, എത്രത്തോളം എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഈ 3 ഡൊമൈനിൽ നിന്ന് 23 ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് പീസ്, സമാധാനത്തിൻ്റെ ഇൻഡെക്സ് അവർ നോക്കുന്നത്. അടുത്തത് പ്രസ് ഫ്രീഡം. എന്താ പഠിച്ചത്? പ്രസ് ഫ്രീഡത്തിൽ നോ വേ അല്ലേ? പ്രസ്സിൻ്റെ ഫ്രീഡം ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വേ, അതായത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പ്രസ്സിന് എപ്പോഴും ഫ്രീഡം ഉണ്ട്. നോർവേ. അപ്പോൾ അതിൽ 5 ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കും നമ്മൾ, ലീഗൽ ഫ്രെയിംവർക്ക്, ലീഗൽ സിസ്റ്റം നോക്കും, എക്കണോമിക് കോണ്ടെക്സ്റ്റ് നോക്കും. അപ്പോൾ പൊളിറ്റിക്കലും നോക്കും, എക്കണോമിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കും. നെക്സ്റ്റോ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നോക്കും. പിന്നെ ലീഗൽ ഫ്രെയിംവർക്ക് നിയമം നോക്കും. പിന്നെ ജേർണലിസ്റ്റിൻ്റെ സേഫ്റ്റിയും നോക്കും. അപ്പോൾ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, എക്കണോമിക് കോണ്ടെക്സ്റ്റ്, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് 3 എണ്ണമായി. പിന്നെ എന്താ? ജേർണലിസ്റ്റ്, പ്രസ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ജേർണലിസ്റ്റിൻ്റെ സേഫ്റ്റി നോക്കും നമ്മൾ. പിന്നെ നിയമം ഉണ്ടോ എന്ന് നോക്കും, ലീഗൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണെന്ന് നോക്കും. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിനേക്കാളും ഡെവലപ്ഡ് ആയിരിക്കുന്നത് ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ്ലാൻഡിലുള്ള ഒരു സ്നോമാൻ ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ഡൊമൈനാണ് വരുന്നത്. ഹെൽത്ത് നോക്കും, എഡ്യൂക്കേഷൻ നോക്കും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കും. ഹെൽത്തിൽ നമ്മുടെ ജനനനിരക്ക്, ലൈഫ് എക്സ്പെക്റ്റൻസി ആയിട്ട് ബർത്ത് നോക്കും. പിന്നെ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. എഡ്യൂക്കേഷനിൽ നോക്കുന്നത് എത്രത്തോളം ആവറേജ്, എത്രത്തോളം സ്കൂളിൽ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അത് നോക്കും. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ, വലിയ ആൾക്കാരാണെങ്കിൽ എത്രത്തോളം പോയിട്ടുണ്ട് നോക്കും. ഇനി ചിൽഡ്രൻ ആണെങ്കിൽ നമ്മളൊരു എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് നാഷണൽ ഇൻകം നോക്കും നമ്മൾ. നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം ഓരോരുത്തരുടെ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കും. 8ാമത്തത് ഫയർ പവർ. ഫയറും പവറൊക്കെ ഉപയോഗിച്ചിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന ആരാ? അമേരിക്കയാണ്. ഇനി ഇതിൽ പവർ ഇൻഡെക്സ് മാത്രം നോക്ക്. പവർ ഇൻഡെക്സ് 0.000 ആണ് എന്ത്? കൺസിഡേർഡ് പെർഫെക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.000 ആണ്. ഇനി ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഹെൻലി പാസ്പോർട്ട് ആരുടെ സ്ട്രോങ്? സിംഹം അല്ലേ? സ്ട്രോങ് സിംഹം സിംഗപ്പൂർ ആയിരുന്നു നമ്മൾ പഠിച്ചത്. സിംഗപ്പൂർ. ഓക്കെ. ആസ് ഓഫ് ജനുവരി 2026 ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 80ാമത്തെ പൊസിഷനാണ്. വിത്ത് 55 വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ 55 സ്ഥലങ്ങളിൽ നമുക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റും. 10 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ആണ്. ടെററിസം ഫ്രീ അല്ലെങ്കിൽ ടെററിസം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത് കിടക്കുന്ന എവിടെയാണെന്ന് പഠിച്ചത്? ബുർക്കിന ഫാസോ.
ബുർക്കിന ഫാസോയാണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി 4 ഫാക്ടേഴ്സ്, ഇതിൽ പ്രധാനപ്പെട്ട 4 ഫാക്ടർ നമ്മൾ നോക്കും. ഒന്ന്, എത്രത്തോളം ആ രാജ്യത്തിൽ ടെററിസ്റ്റ് ഇൻസിഡൻറ്റ് നടന്നു, അതുപോലെ തന്നെ ടെററിസ്റ്റ് കാരണം എത്ര പേര് മരിച്ചു, ഇഞ്ചുറീസ് എത്ര പേർക്കുണ്ടായി, അതുപോലെ തന്നെ എത്ര പേരെ ഹോസ്റ്റേജസ് ആയിട്ട് ബന്ധിച്ചു കൊണ്ടുപോയി, ഹോസ്റ്റേജസ് നോക്കും. അതാണ് 4 ഫാക്ടർ. നെക്സ്റ്റ്, ഗ്ലോബൽ ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ കണ്ടുപിടുത്തം നമ്മൾ കോമ്പറ്റീഷനിൽ സ്വിസ് വാച്ച് കിട്ടിയതിനെ പറ്റി നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം സ്വിറ്റ്സർലൻഡ്. ഇനി ഇതിൽ ആവറേജസ് ദ ഇന്നോവേഷൻ ഇൻപുട്ട് സബ് ഇൻഡെക്സ് പില്ലേഴ്സ് ഏതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഡൊമൈനാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ നോക്കും, മാർക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് സൊഫസ്റ്റിക്കേഷൻ നോക്കും. അതൊക്കെ ഇൻപുട്ട് ഇൻഡെക്സ് ആണ്. ഇനി ഔട്ട്പുട്ട് ഇൻഡെക്സ് ഉണ്ട്. ഔട്ട്പുട്ടിൽ നമ്മുടെ അറിവ്, നോളജ് നോക്കും, ടെക്നോളജി നോക്കും, ക്രിയേറ്റീവ് ഔട്ട്പുട്ടൊക്കെ നോക്കും. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. അടുത്തത് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ്. എവിടെ, ഏത് സ്ഥലത്തും നമുക്ക് ജീവിക്കാൻ ലിവബിലിറ്റി ഏറ്റവും ഇഷ്ടമുള്ളത്? നല്ല എവിടെയായിരുന്നു? കോസി ആയിട്ടുള്ളതും ആൻഡ് ഓപ്പൺ ആയിട്ടുള്ളതും. കോസി ആൻഡ് ഓപ്പൺ എന്നാണ് പഠിച്ചത്. അതായത് കോപ്പൺഹേഗൺ ആണ് റാങ്ക് ഫസ്റ്റിൽ കിടക്കുന്നത്. പിന്നെ റാങ്ക് സിറ്റീസ് ബേസ്ഡ് ഓൺ ദി 30+ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് പഠിക്കേണ്ട. 5 കാറ്റഗറി മാത്രം ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ കാറ്റഗറിയിലെ ലിവബിലിറ്റി? ജീവിക്കണമെങ്കിൽ സ്റ്റെബിലിറ്റി വേണം, നമുക്ക് ഹെൽത്ത്, ആരോഗ്യം വേണം, നല്ല എൻവറോൺമെൻറ്റും നല്ല കൾച്ചറും വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഈ 5 കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം. ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡത്തിൽ 12 ഫ്രീഡം കവേഴ്സ് 12 ഫ്രീഡംസ്, ഏകദേശം ഒരു 12 ഡിഫറെൻറ്റ് ഫ്രീഡംസ് പറയുന്നുണ്ട്. 154 കൺട്രീസിൻ്റെയാണ് നമ്മൾ കണക്കെടുത്തത്. അതിൽ പുതുതായിട്ട് അപ്ഡേറ്റഡ് 31st എഡിഷൻ, ഇപ്പോൾ 2025 അവർ പുതുതായിട്ട് ഒരു ഫ്രീഡം കൂടി കൊണ്ടുവന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്ഡേറ്റഡ് എക്കണോമിക് ഫ്രീഡം സ്കോഴ്സ്, മാക്രോ എക്കണോമിക് ഡാറ്റ ആൻഡ് കൺട്രി പ്രൊഫൈൽസ്. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു, ജസ്റ്റ് നോക്കിയാൽ മതി. നെക്സ്റ്റ്, UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർക്കായിരുന്നു? നമ്മുടെ ഫിൻലാൻഡിനായിരുന്നു. ഫൈനലിൽ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷം വരുമെന്നും പഠിച്ചു, അതുപോലെ തന്നെ അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്നും പഠിച്ചു. അപ്പോൾ ഫിൻലാൻഡാണ്. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എത്രത്തോളം നമ്മൾ പാസ് ചെയ്തു എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഐസ്ലാൻഡിലാണെന്ന് പഠിച്ചു. ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 131 എന്ന് പഠിച്ചു. ഇനി ബെഞ്ച് മാർക്സ് ജെൻഡർ പാരിറ്റി അക്രോസ് 4 ഡയമെൻഷൻസ്. 4 ഡയമെൻഷൻസിലെ ജെൻഡർ പാരിറ്റിയാണ് നമ്മൾ നോക്കുക. ഏതൊക്കെയാണ്? എക്കണോമിക് പാർട്ടിസിപ്പേഷൻ നോക്കും ആൻഡ് ഓപ്പർച്യൂണിറ്റി, പിന്നെ എഡ്യൂക്കേഷനിൽ നോക്കും, ഹെൽത്തിൽ നോക്കും, പിന്നെ പൊളിറ്റിക്കൽ എംപവർമെൻറ്റിൽ നോക്കും. ഈ 4 ഫീൽഡിലാണ് നമ്മൾ ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ്, വിശപ്പ്. ഹങ്ങർ ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൊമാലിയാണെന്ന് പഠിച്ചു അല്ലേ. 123 റാങ്ക്. ഇന്ത്യയും അത്ര മോശമല്ല എന്ന് നമ്മൾ പറഞ്ഞു. 102 സീരിയസ് കാറ്റഗറിയിലാണെന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്റർ അണ്ടർ നറിഷ്മെൻറ്റ് കിട്ടാതെ, ലൈക്ക് വേണ്ടപ്പെട്ട വിറ്റാമിൻസ്, മിനറൽസ്, ആ സാധനങ്ങളൊന്നും കിട്ടാതെ ഉണ്ടോ എന്നുള്ളത് നോക്കും. ചൈൽഡ് സ്റ്റണ്ടിങ് എത്രയുണ്ടെന്ന് നോക്കും. ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞ് വളരുന്നവർ, ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറയുന്നവർ, ചൈൽഡ് മോർട്ടാലിറ്റി, മരണനിരക്ക്, കുട്ടികളിലുള്ള ശിശു മരണനിരക്ക് നോക്കും നമ്മൾ. പിന്നെ ഇവിടെ ക്വാഷിയോർക്കർ നമുക്കറിയാം. ക്വാഷിയോർക്കർ ഇത് കാരണം വരുന്നതാണ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം ശരീരത്തിൽ വരുന്നതാണ്. മസിൽ ഡെവലപ്മെൻറ്റ് കുറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ മരാസ്മസും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് പറയുന്ന പോലെ തന്നെ അതും ഇതുപോലെ തന്നെ വരുന്നത്, നമ്മുടെ മിനറൽസ്, വിറ്റാമിൻസ് ഒക്കെ കുറയുന്നതുകൊണ്ട് വരുന്നതാണ്. ഇന്ത്യയുടെ സ്കോർ ചോദിക്കുവാണെങ്കിൽ 25.8. ഇന്ത്യ സീരിയസ് കാറ്റഗറിയിലാണെന്ന് പഠിച്ചു. ഇന്ത്യയെ നോക്കുവാണെങ്കിൽ 4 ഇൻഡിക്കേറ്ററിൽ എത്രത്തോളം ഇന്ത്യയിൽ നിന്നുണ്ട് നോക്കുകയാണെങ്കിൽ അണ്ടർ നറിഷ്മെൻറ്റ് 12% ഉണ്ട്, ചൈൽഡ് സ്റ്റണ്ടിങ് 32.9 ഉണ്ട്, ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് പറയുമ്പം വണ്ണമില്ലാത്തവർ 18.7% ഉണ്ട്, ചൈൽഡ് മോർട്ടാലിറ്റി 2.8% ഉണ്ട്. ഓക്കെ, ഇനി AI പ്രിപ്പയർനെസ്. AI പ്രിപ്പയർ ചെയ്തിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് സ്ഥലം കണ്ടുപിടിക്കണവരാരാ? പാസ്പോർട്ട് കയ്യിലുള്ളവർ സിംഗപ്പൂരാണ്. 4 ഡയമെൻഷൻസ് ആണ് നോക്കുക. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കും, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ മാർക്കറ്റ് പോളിസീസ് നോക്കും, ഇന്നൊവേഷൻ ആൻഡ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ നോക്കും, നെക്സ്റ്റ് റെഗുലേഷൻ ആൻഡ് എത്തിക്സ് നമ്മൾ നോക്കും. ജസ്റ്റ് വായിച്ചു വിടുക. 18 ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ. എനർജി ഒന്നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസിഷൻ നടത്തുക. അപ്പോൾ സ്വിച്ചിനെ ആലോചിക്കും നമ്മൾ. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീഡൻ എന്ന് ആലോചിക്കണം. മെഷേഴ്സ് ദി സിസ്റ്റം പെർഫോമൻസസ്, സെക്യൂരിറ്റി, ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി ഒക്കെ നോക്കും. അതുപോലെ തന്നെ ട്രാൻസിഷൻ റെഡിനെസ് നോക്കും. പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ സെക്യൂരിറ്റി, എനർജി എത്രത്തോളം സസ്റ്റൈനബിൾ ആണ്, എത്രത്തോളം ഇക്വിറ്റബിൾ ആയിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്, ആ സാധനങ്ങൾ നോക്കും. നെക്സ്റ്റ്, സിപ്രി റിപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സിപ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ഇവർ സിപ്രി റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ആംസ്
എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്യൂണിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എക്സ്പോർട്ട് ചെയ്യുന്നവർ, ഇമ്പോർട്ട് ചെയ്യുന്നവർ, അതിൽ എത്രത്തോളം ആൾക്കാർ, എവിടെ ആര് ഫ്രണ്ടിൽ കിടക്കുന്നു, ആര് ബാക്കിൽ നിൽക്കുന്നു, അതൊക്കെയാണ്. അപ്പോൾ മേജർ ആം എക്സ്പോർട്ട് ചെയ്യുന്നവരിൽ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ അമേരിക്ക തന്നെയാണ്. ടോട്ടൽ ലോകത്തിൽ 43% ആംസ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അമേരിക്ക തന്നെയാണ്. ഇനി മേജർ ആം റെസിപ്പിയൻസ്, ഇമ്പോർട്ട് ചെയ്യുന്നവർ, നമ്മൾ വരുത്തിക്കുന്നവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റാങ്കിൽ ഉക്രൈനാണ്. പഠിച്ചു വെക്കണം. 8.8%, ഗ്ലോബലിൻ്റെ 8.8%. ഇന്ത്യ നോക്കുവാണെങ്കിൽ ടോട്ടൽ ലോകത്തിൽ 8.3%. ഇന്ത്യ സെക്കൻഡ് റാങ്കിലാണ് കിടക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിൽ രണ്ടാമതാണ് ഇന്ത്യ, ഫസ്റ്റാണ് ഉക്രൈൻ. എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിലോ ഒന്നാമത് നമ്മുടെ അമേരിക്കയാണ്. വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ വാല്യൂ ഒന്നും നോക്കണ്ട. ന്യൂക്ലിയർ ഫോഴ്സസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാർ ഹെഡ് ഉള്ളത് ആർക്കാണ്? നമ്മുടെ റഷ്യക്കാണ്. പിന്നെ അമേരിക്ക ഉണ്ട്. ജസ്റ്റ് നോക്കി വെക്കാം. നെക്സ്റ്റ് 20 നെറ്റ്വർക്ക് റെഡിനെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പില്ലേഴ്സാണ് അതിൽ വരുന്നത്. ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. നെറ്റ്വർക്ക് റെഡിനെസ് എന്ന് പറയുമ്പം ടെക്നോളജി നോക്കും, ആൾക്കാർ, ഗവേണൻസ്, ഇമ്പാക്റ്റ്, 54 വേരിയബിൾസ് ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. നെക്സ്റ്റ് നമ്മൾ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് പഠിച്ചു അല്ലേ? ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ആരായിരുന്നു? സിംഗപ്പൂർ തന്നെയായിരുന്നു ഫ്രണ്ടിലെന്ന് പറഞ്ഞു. സിംഗപ്പൂർ. ഇന്ത്യയുടെ റാങ്ക് 38ആണ്. ഇന്ത്യയുടെ സ്കോർ 3.4 പിന്നെ ഇതിൽ തന്നെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, ഇൻ്റർനാഷണൽ ഷിപ്മെൻറ്റ് കാറ്റഗറി. അതിൽ ഇന്ത്യയുടെ റാങ്ക് 22ആണ്. ലോജിസ്റ്റിക് പെർഫോമൻസിൽ ഓവറോൾ റാങ്ക് ഇന്ത്യയുടെ 38ആണ്. പക്ഷെ അതിൽ തന്നെ ഒരു സബ് കാറ്റഗറി ഉണ്ട്, ഇൻ്റർനാഷണൽ ഷിപ്മെൻറ്റ് കാറ്റഗറി. അതിൽ ഇന്ത്യയുടെ റാങ്ക് 22ആണ്. ഇനി ഇതിൽ 6 ഇവാലുവേഷൻ പാരാമീറ്റർ ആണുള്ളത്. ഏതൊക്കെയാണ്? കസ്റ്റംസ് പെർഫോമൻസ് നോക്കും, ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റി നോക്കും, ഈസ് ഓഫ് അറേഞ്ചിങ് ഷിപ്മെൻറ്റ്സ് നോക്കും, അതുപോലെ തന്നെ ലോജിസ്റ്റിക് സർവീസസ് ക്വാളിറ്റി നോക്കും, കൺസൈൻമെൻറ്റ് ടാക്കിംഗ് ആൻഡ് ടൈംലിനെസ് നോക്കും. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഇത് പഠിച്ചത് QS വേൾഡ് റാങ്കിങ് 2026. അപ്പോൾ ഇതിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് 4th മോസ്റ്റ് റെപ്രസെൻറ്റഡ് കൺട്രി വിത്ത് 54 യൂണിവേഴ്സിറ്റീസ്. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന കൺട്രീസ് നോക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് 4ാമതാണ്. ഒരു പുതിയ ഇൻഡിക്കേറ്റർ ഇതിൽ ഈ ഒരു സംഭവം റിപ്പോർട്ട് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ആഡ് ചെയ്തിരുന്നു. ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ഡൈവേഴ്സിറ്റി, ഇത്രത്തോളം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഡൈവേഴ്സിറ്റി ആയിട്ട് പഠിക്കുന്നുണ്ട്, അതും കൂടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 23 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ്. അപ്പം ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വേൾഡ് ബാങ്ക് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. 2020 ശേഷം ഡാറ്റ റെഗുലാരിറ്റിക്ക് ശേഷം അത് സ്റ്റോപ്പ് ചെയ്തു, പബ്ലിഷ് ചെയ്യുന്നില്ല. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് നമ്മുടെ ലാസ്റ്റ് റിപ്പോർട്ടാണ്, പഠിക്കുക, ഇൻഡെക്സ് ആണ്. ഇത് നീതി ആയോഗാണ് എന്ത് ചെയ്യുന്നത്? പുറത്തുവിടുന്നത്. 18 മേജർ ഇന്ത്യൻ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്തിലെ 18 സ്റ്റേറ്റിനെ കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ 5 കാറ്റഗറി ഉണ്ട്. ഫിസിക്കൽ ഹെൽത്ത് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തായിരുന്നു? FD, ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ബോറോയിങ്സ് നമ്മുടെ ഓൾറെഡി ഉള്ള ഡെഫിസിറ്റ് ഡിവൈഡഡ് ബൈ പ്രൈമറി ഡെഫിസിറ്റ് മൈനസ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സ്, കടം, ആ സംഭവങ്ങൾ മൈനസ് ചെയ്ത് നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് കിട്ടും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മുടെ സംസ്ഥാനങ്ങൾ പല പല രീതിയിൽ നമ്മൾ റാങ്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ 4 ആക്കിയിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, 5 കാറ്റഗറി ഉണ്ട് ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓരോ സംസ്ഥാനവും ചെലവാക്കുന്ന പൈസയുടെ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ നോക്കും. റവന്യൂ മൊബിലൈസേഷൻ നോക്കും, വരുമാനം എങ്ങനെ മൊബിലൈസ് ചെയ്തെടുക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ഫിസിക്കൽ പ്രുഡൻസ് നോക്കും, ഡെപ്റ്റ് നോക്കും, കടവും കാര്യങ്ങളൊക്കെ നോക്കും, ഡെപ്റ്റ് എങ്ങനെ സസ്റ്റൈനബിലിറ്റി നോക്കും. ഈ 5 കാറ്റഗറിയാണ് നമ്മൾ പ്രധാനമായിട്ടും എത്രത്തോളം സംസ്ഥാനങ്ങൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. ഇതിൽ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ സംസ്ഥാനങ്ങളെ 18 സംസ്ഥാനങ്ങളാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 18 സംസ്ഥാനങ്ങളെ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ വീതിക്കും. അച്ചീവർ, ഫ്രണ്ട് റണ്ണർ, പെർഫോമർ, ആസ്പിറേഷണൽ എന്ന് പറഞ്ഞാൽ ഇത് 1ാമത്, ഇത് 2ാമത് വരുന്ന സംസ്ഥാനം, ഇത് 3ാമത്, ഇത് 4ാമത്. നമ്മൾ ഒരിക്കലും ലാസ്റ്റിൽ വന്നു എന്ന് പറയില്ല, നമ്മൾ ആസ്പിറേഷണൽ ആണെന്ന് പറയും. അപ്പോൾ അതിൽ ടോപ്പ് സ്കോർ ഒഡീഷയാണ്. പഠിക്കണം, ഒഡീഷയുടെ സ്കോർ 67.8 ഒഡീഷയാണ് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ സെക്കൻഡ് നിൽക്കുന്നത് ഛത്തീസ്ഗഡ് ആണ്, 3rd ഗോവയാണ്, 4th ജാർഖണ്ഡാണ്, 5 ഗുജറാത്താണ്. അപ്പോൾ ആദ്യത്തെ 5 സംസ്ഥാനം നമ്മൾ പഠിച്ചു. 1 ഒഡീഷയാണ്, 2ാമത് ഛത്തീസ്ഗഡ് ആണ്, 3ാമത് ഗോവയാണ്, 4ാമത് ജാർഖണ്ഡാണ്, 5ാമത് ഗുജറാത്താണ്. ഇനി ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി ഈ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ അങ്ങനെ സാമ്പത്തികം, കടം, ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ താഴെ ലെവലിൽ കിടക്കുന്ന സംസ്ഥാനങ്ങൾ പഠിക്കുക. 4 സംസ്ഥാനമുണ്ട്. അതായത് ആസ്പിറേഷണൽ കാറ്റഗറിയിൽ 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആസ്പിറേഷണലാണ്. ആസ്പിറേഷനിൽ നോക്കുമ്പോൾ പഞ്ചാബ് ഉണ്ട്, നമ്മൾ കേരളം ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, കേരളം, 4 പേരാണ് ഇതിൽ വരുന്നത്. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡെക്സുകൾ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.